നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. കനേഡിയൻ രഹസ്യാന്വേഷണ തലവൻ 3 തവണ ഇന്ത്യ സന്ദർശിച്ചതായി റിപ്പോർട്ട്. ഖാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ വധത്തിനു ശേഷം കാനേഡിയൻ രഹസ്യാന്വേഷണ ഏജൻസി തലവൻ ഡേവിഡ് വിഗ്നോൾട്ട് 3 തവണയോളം ഇന്ത്യ രഹസ്യമായി സന്ദർശിച്ചെന്നും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ ഏതാണ്ട് അത്രയോ അതിലധികമോ തവണ ഇന്ത്യ സന്ദർശിച്ചിരുന്നുവെന്നും ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഈ വാർത്തയോട് പ്രതികരിക്കാനോ നിഷേധിക്കാനോ കനേഡിയൻ ഒഫീഷ്യലുകൾ തയ്യാറായില്ല. താൽക്കാലിക കുടിയേറ്റക്കാരുടെ പരിരക്ഷയ്ക്കായി ക്യൂബക്കിന് 750 കോടി കാനേഡിയൻ ഡോളറിൻ്റെ കേന്ദ്ര സഹായം. ക്യൂബക് പ്രവിശ്യയിലെ താൽക്കാലിക കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കണമെന്നും നിലവിൽ കുടിയേറിയവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചെലവുകൾ നൽകണമെന്നുമുള്ള പ്രീമിയർ ഫ്രാൻഷ്വ ലെഗോൾട്ടിൻ്റെ ആവശ്യങ്ങൾക്ക് മറുപടിയായി പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ 750 മില്യൺ ധനസഹായം അനുവദിച്ചു. പ്രീമിയർ ഫ്രാൻസ്വ ലെഗോൾട്ടും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും തിങ്കളാഴ്ച ക്യൂബക് സിറ്റിയിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് പ്രഖ്യാപനമുണ്ടായത്. മിസിസാഗയുടെ മേയറായി കാരോളിൻ പാരിഷ് തൻ്റെ ഏറ്റവും അടുത്ത എതിരാളിയും ആദ്യം ടൈം കൗൺസിലറുമായ ആൽവിൻ ടെഡ്ജോയേക്കാൾ 8500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. രാഷ്ട്രീയക്കാരി എന്ന നിലയിലുള്ള തൻ്റെ ദീർഘകാലത്തെ പ്രവൃത്തി പരിചയം മേയർ കസേരയിലും തന്നെ തുണയ്ക്കുമെന്നും ഭവന ദൗർലഭ്യം എന്ന മിസിസാഗയുടെ ഉറക്കം കെടുത്തുന്ന പരാതിക്കുള്ള പരിഹാരം തേടാനായിരിക്കും തൻ്റെ ആദ്യ ശ്രമമെന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അവർ വ്യക്തമാക്കി. കാനഡയ്ക്ക് മുന്നിലും മുട്ടിടിച്ച് പാകിസ്ഥാൻ. 2020 ലോകകപ്പിൻ്റെ പ്രാഥമിക റൗണ്ടിൽ അവസാന ശ്വാസത്തിനായി പൊരുതിയ പാകിസ്ഥാനെ ചെറുതായെങ്കിലും വിറപ്പിക്കാൻ കഴിഞ്ഞെന്ന അഭിമാനത്തോടെ കാനഡ പൊരുതി തോറ്റു. ന്യൂയോർക്കിൽ നടന്ന മത്സരത്തിൽ കാനേഡിയൻ ഓപ്പണർ ആരോൺ ജോൺസന്റെ ബാറ്റിംഗ് മികവിൽ നൽകിയ 107 റൺസ് എന്ന ടോട്ടൽ പാകിസ്ഥാൻ 17-ാം ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. ഇനിയുള്ള കളികളിൽ വിജയം മാത്രമല്ല USA തോൽവിയും കാത്തിരിക്കുകയാണ് പാകിസ്ഥാൻ സൂപ്പർ 8-ലെത്താൻ. കാനഡ ബോർഡർ സർവീസസ് ഏജൻസി തൊഴിലാളികൾ നടത്താനിരുന്ന പണിമുടക്ക് ഒഴിവാക്കി. 9000-ത്തിലധികം ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന യൂണിയൻ താൽക്കാലിക കരാറിൽ എത്തിയതായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കാനഡ ബോർഡർ സർവീസസ് ഏജൻസി തൊഴിലാളികൾ ചൊവ്വാഴ്ച നടത്താനിരുന്ന പണിമുടക്ക് ഒഴിവാക്കി. പബ്ലിക് സർവീസ് അലയൻസ് ഓഫ് കാനഡയും കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ യൂണിയനും ഫെഡറൽ ഗവൺമെൻറ്റുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് പണിമുടക്ക് ഒഴിവാക്കുന്നതെന്ന് യൂണിയനുകൾ അറിയിച്ചു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.